എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 9-ാമത് വാക്യം, എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരി എടുത്തു, എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു എന്നുള്ള വചനമാണ്. ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത് അധികാരം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയമായ വേദനാജനകമായ സാഹചര്യത്തെയാണ് എടുത്ത് ഓർമ്മപ്പെടുത്തുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത് വാക്യത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ, അഹശ്വേരോശ് രാജാവിനോട് തൻ്റെ അരികത്തുള്ള ആളുകൾ ഓർപ്പിക്കുന്ന വാക്കുകൾ, അങ്ങേക്ക് സമ്മതമെങ്കിൽ വസ്തി ഇന്ന് രാജസന്നിധിയിൽ വരരുത് എന്ന് തിരുമുൻപിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കണമെന്നും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർസ്യരുടെയും മേദ്യരുടെയും രാജധർമ്മത്തിൽ എഴുതുകയും ചെയ്യണം എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. അഹശ്വേരോശ് രാജാവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുവാൻ തയ്യാറാകാതിരിക്കുന്ന വസ്തി രാജ്ഞിയുടെ അധികാരത്തിൽ നിന്ന്, അവളുടെ പദവിയിൽ നിന്ന് അവളെ നീക്കിക്കളയണമെന്നും ആ നിലയിൽ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വസ്തി രാജ്ഞിയുടെ അധികാരം നഷ്ടപ്പെടുമ്പോൾ അവൾ രാജ്ഞി പദത്തിലേക്ക് കടന്നു വന്നപ്പോൾ നൽകപ്പെട്ടതായ അവിടെ അധികാരത്തിൻ്റെ ചിഹ്നമായ ആ കിരീടം അവൾക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നത്തേതിൽ അവളുടെ ചരിത്രമെങ്ങും രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്ര വലിയ വ്യക്തിയായിരുന്നാലും, എത്ര ചെറിയ വ്യക്തിയായിരുന്നാലും, അവർക്കുള്ളതായ പദവികളും അവർക്കുള്ളതായ അധികാരങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം അതവർക്ക് ശ്രേഷ്ഠം തന്നെയാണ്. എന്നാൽ അത് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതത്തിലെ വേദന നിറഞ്ഞ ഘട്ടങ്ങളുമാണെന്ന് ഓർപ്പിക്കുക തന്നെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അനുഗ്രഹീതമായ നിലകളിൽ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നതായ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികൾ, തൻ്റെ ജീവിതത്തെ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്ന, അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തോട് ചേർത്തു നിർത്തിക്കൊണ്ട് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവികളും സ്ഥാനങ്ങളും മാനങ്ങളും ശ്രേഷ്ഠമാണെന്നും അത് നഷ്ടപ്പെടുന്നത് സങ്കടമുള്ളതും അത് നമുക്ക് പ്രയാസമുളവാക്കുന്നതുമായിരിക്കുമ്പോൾ തന്നെ
ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് ശ്രേഷ്ഠമെന്നെണ്ണി ആ അധികാരം നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അധികാരം നഷ്ടപ്പെടുത്തിയവരായിട്ടല്ല, ഞങ്ങളുടെ അധികാരം കാത്തു സൂക്ഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.